ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചന കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഭയങ്കര പറയുക, ഏതായാലും ഒന്ന് പോയി അന്വേഷിക്കാനായിട്ട് പാടില്ല, സ്കൂളിൽ പോയി ഒന്ന് അന്വേഷിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനാ അന്വേഷിക്കണം, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവൻ വലുതായില്ലേ, അന്വേഷിക്കാൻ പോകുന്നു. രചനെ, നീയാണ് നിന്റെ മകനെ വഷളാക്കിയത്. നിന്റെ മകൻ ഒരു കുഴപ്പവും വരാതെ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ അവനെ കണ്ടത്. എന്നിട്ട് നിന്റെ ആദ്യ ഭർത്താവിൻ്റെ ഒപ്പം നീ ശൃംഗരിക്കാൻ പോകാൻ വേണ്ടി നിന്റെ മകനെ നീ വളം വെച്ച് കൊടുത്തു. അപ്പം നീ ഇതെല്ലാം അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന രീതിയിൽ തന്നെ ആകാശ് മേനോനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് സുമിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ സുമിയാണെങ്കിൽ രചനയുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കണമല്ലോ. എന്താണ് ആകാശ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പം ഈ കുത്തി നോവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് പോയി അന്വേഷിക്കാൻ പാടും സ്കൂളിൽ. പിന്നെ അവന് സ്കൂളിൽ കിടന്ന് ഉറങ്ങിപ്പോയി, കൊച്ചുകുട്ടിയല്ലേ. എന്നിട്ട് പിയൂൺ വന്നിട്ട് ഇവൻ ഉറങ്ങുന്നത് അറിയാതെ സ്കൂൾ അടച്ചിട്ട് പോയി. ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അന്വേഷിക്കാൻ പോകുന്നു. അവൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നോളും. ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങി നടക്കുന്നുണ്ടാവും, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വല്ല ട്രെയിനിൻ്റെ അടിയിൽ കൊണ്ട് തല വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് കാലി വരികയാണ്. അപ്പോൾ രചന ആകാശ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. തൻ്റെ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം ആകാശാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആകാശിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിട്ട്, എടാ ദുഷ്ട, നീയല്ലേ പറഞ്ഞത് അവൻ്റെ അച്ഛൻ ആക്സിഡൻ്റായി കിടക്കുന്നതെന്ന്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ പറയരുതെന്ന്. എന്നിട്ട് നീ അവനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചിട്ടാണ് പോയത്. അവനിനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. എൻ്റെ മകൻ നീ കൊലക്ക് കൊടുക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ പിടിച്ചിങ്ങോട്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാശിന് കാലി വന്നിട്ട് രചനയുടെ കൈ താട്ടി അങ്ങോട്ട് മാറ്റിയാണ്. നീ പോടി, നിന്റെ മകനെ നീ അന്വേഷിച്ചു പോ, അല്ലാതെ ഞാനല്ല. അവൾ എൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നിന്റെ ആദ്യ ഭർത്താവിനെ തേടി നിന്റെ മകനും ചെന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ വിയോഗം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മകൻ പോയി ട്രെയിനിൻ്റെ അടിയിൽ തല വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ മാക്സിമം ആയിട്ട് വേദനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമനെയാണ്. അപ്പോൾ രാമൻ കോളിംബെല്ലടിക്കുക. അപ്പോൾ കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിയാണെങ്കിൽ ദൈവമേ എൻ്റെ കുട്ടിയെ ആയിരിക്കണേ വിചാരിച്ചുകൊണ്ട് കഥ തുറക്കുക. അപ്പോൾ രാമനെ കാണുകയാണ്. രാമ എവിടെ, ചിപ്പിമോൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. ചിപ്പിമോളെ കുറിച്ച് ഒരു വിവരവും ഇല്ല സ്വപ്നം, ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കി എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും എന്താ ചിപ്പിമോളില്ലെന്നോ? എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിനെ ആരാണാവോ തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഇഷിത വന്നിട്ട് പറയണം, അമ്മേ ചിപ്പി ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതായത് ഇന്ന് അവൾ ലാസ്റ്റ് പീരീഡ് വരെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് അവൾ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല, ഇരുന്ന് കരയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ടീച്ചർമാർ ചിപ്പിയോട് ചോദിച്ചു അത്രേ, എന്തിനാണ് കരയുന്നത് കുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരു മറുപടിയും പറഞ്ഞില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഏതായാലും മഹേഷിന് അപകടം പറ്റിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ സഹിക്കാനാവാതെ ചിലപ്പോൾ വല്ല എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രചനയുടെ കോൾ വരികയാണ്. അപ്പോൾ രചനയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ്. ഇഷിത, ഞാനാണ് രചന. ആദി അവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ആദി ഇവിടെ ഇല്ലേന്നോ? അതെ, ആദി അങ്ങോട്ടല്ലേ വന്നത്. ആദി ഇവിടെ ഇല്ല, ചിപ്പിയും ഇവിടെ ഇല്ല, രണ്ടുപേരെയും കാണാനില്ല എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാൻ നിൽക്കരുത്, എനിക്കറിയാം ചിപ്പി അവനെയും കൂട്ടി അങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അവസരം മുതലെടുക്കാൻ നിൽക്കരുത് ഇഷിത, എൻ്റെ മോനെ എനിക്ക് വിട്ടു തന്നേക്കണം. എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. എൻ്റെ മോളെയും നീ അങ്ങോട്ട് വിളിച്ചു വരുത്തി, എന്നിട്ട് ഇവിടെ കിടന്ന് അഭിനയിക്കുകയാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാ, എൻ്റെ മോനെ നീ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനും കംപ്ലൈൻറ്റ് കൊടുക്കാം. ഏതായാലും മക്കളെ രണ്ടുപേരും എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കും ആകെ ടെൻഷൻ, അതേപോലെ തന്നെ ഇഷിതയ്ക്കും ആകെ ടെൻഷൻ തോന്നിയ. അപ്പോൾ ഇഷിതയോട് ചോദിക്കണം, എന്താ രചന പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ല ആദി. കാരണം ആദി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച രചന വിളിച്ചത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ഉറപ്പായി. ആദി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ആദി നേരെ ചിപ്പിയോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ എന്ന സംശയം. ഇഷിത, നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിക്കേ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ എടുക്കണത്, ഞാനേ ഡോക്ടർ ഇഷിതയാണ്. പറയൂ മാഡം. അതെ, എൻ്റെ മക്കള് ICUവിൻ്റെ വെളിയിലിരിക്കുന്നുണ്ടോ എന്ന് നോക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നോക്കാം, ഇപ്പം തന്നെ നോക്കാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ സിസ്റ്റർ വന്ന് ഫുള്ള് നോക്കുക, അപ്പോൾ നമ്മുടെ ആരെയും കാണില്ല. ഇല്ല മാഡം, ഇവിടെ ഒരു കുട്ടികൾ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ആകെ പേടിച്ച് പോവുകയാണ്. അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ ഉടനെ ഒന്ന് വിളിക്കണേ. ശരി മാഡം, ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചോളാം എന്ന് പറയാം. പിന്നീട് നമ്മുടെ ആദിയെയും ചിപ്പിയെയും കാണിക്കുകയാണ്. ആ ഓട്ടോറിക്ഷയിൽ വന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങുക. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറയുകയാണ്, പിള്ളേരെ നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. അതെ അങ്കിള് ഞങ്ങളോടൊപ്പം ഒന്ന് വരാവോ? അയ്യോ, ഞാനെന്തിനാ വരുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്നിങ്ങനെ സംസാരിക്കണം. അതെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചതും വഴിപാട് കഴിച്ചതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാനൊരു ആളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി വന്നതാ. ആ സമയത്താണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു, ഞാനിവിടെ കൊണ്ടുവന്നാക്കി, അത്ര മാത്രമേ ഉള്ളൂ. അയ്യോ അങ്കിളെ, അതുകൊണ്ടൊന്നുമല്ല. ഓട്ടോ പൈസ തരാനായിട്ട് ഞങ്ങളുടെ പൈസയൊന്നുമില്ല. അങ്കിള് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് തരാം അങ്കിളെ. അതാണോ കാര്യം? അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ. ദേ, താങ്ക് യു അങ്കിളെ. എൻ്റെ ഡാഡി കണ്ണു തുറന്നു കഴിഞ്ഞാലേ ഞാനും ഡാഡിയൊക്കെ കാറിൽ വരും അങ്കിളെ തേടി. അന്നേരം അങ്കിൾക്ക് ഞാൻ പൈസ തരാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ചെല്ലു പിള്ളേരെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുകയാണ്. അതെ ചിപ്പിമോളെ, അതാണ് ICU. അയ്യോ, ഇവിടെയെങ്കിലും ആരും കാണാനില്ലല്ലോ ആദ്യേട്ടാ. അയ്യോ, ഇനിയിപ്പോൾ ഡാഡി ഇവിടെ ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ടാവൂന്നേ. പിന്നെന്താ അമ്മയെയും ദേ അച്ചാച്ചനെയും ഒന്നും കാണാത്തത്? എനിക്കാകെ പേടി തോന്നുന്നു. എനിക്ക് എൻ്റെ ഡാഡിയെ ഇപ്പം കാണാം. മോളെ ചിപ്പിമോളെ, ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ, ഇത് ഹോസ്പിറ്റലാണേ, ആകെ പ്രശ്നം ഇല്ല, എനിക്ക് എൻ്റെ ഡാഡിയെ കാണാം. അപ്പോൾ അകത്തുനിന്ന് വേറൊരു നേഴ്സ് ഇറങ്ങി വരിക. എന്താ പിള്ളേരെ, നിങ്ങളെന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡിയെ കാണണം. ഡാഡിയെ കാണാനോ? അതെ, ഞങ്ങളുടെ ഡാഡി ICUലാ. പിന്നെ എൻ്റെ മമ്മിയെ ഇവിടെ കാണാനില്ല. അവരൊക്കെ എവിടെ പോയെന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ മമ്മിയുടെ പേരെന്താ? എൻ്റെ മമ്മിയുടെ പേര് ഇഷിതയെന്നാ. ഡോക്ടറാ എൻ്റെ മമ്മി. ഓ, മഹേഷിൻ്റെ മക്കളാണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾ മഹേഷിൻ്റെ മക്കളാണ് എന്ന് പറയാണ്. അതെ, ഞങ്ങളുടെ ഡാഡിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിച്ചിട്ട് വരിക. ഈ പ്രസാദം ഡാഡിയുടെ നെറ്റി തൊട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഡാഡി കണ്ണു തുറക്കുള്ളൂ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇന്ന് പോയി സാറോട് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അകത്തേക്ക് കയറി പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യാണ്. അതെ, നിങ്ങൾ പോയി ഡാഡിയെ കണ്ടോ? അതെ ചിപ്പിമോളെ, വാ നമുക്ക് അത് ബാഗെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അങ്ങനെ ബാഗെല്ലാം പുറത്ത് വെച്ചിട്ട് ഇവർ ഡാഡിയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മഹേഷിൻ്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ചിപ്പിക്ക് സഹിക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ഇരുന്ന് അവിടെ ഭയങ്കര കരച്ചിലാണ്. ഡാഡി കണ്ണു തുറക്ക് ഡാഡി, ദേ ഡാഡിയുടെ മക്കളാ വന്നിരിക്കുന്നത്, ആദിയും ചിപ്പിയും വന്നേക്കുന്നത്. ഡാഡി കണ്ണു തുറക്ക് ഡാഡി, ഞങ്ങളെ കണ്ണു തുറന്നൊന്നും നോക്ക് ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് കരയാം. പക്ഷേ മഹേഷ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ മഹേഷിന് കണ്ണു തുറക്കാനായിട്ട് സാധിക്കുന്നില്ല, കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ വന്ന് പറയാം, മോളെ മക്കളെ, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ, പതുക്കെ വിളിച്ചാൽ മതി ഡാഡിയെ, ഇത് ICU അല്ലേ, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഡാഡിയെ പതുക്കെ വിളിച്ചാൽ മതി. ഡാഡി കണ്ണ് തുറക്ക് ഡാഡി. ചിപ്പി മോളെ, ആ പ്രസാദം ഡാഡിയുടെ നെറ്റിൽ തൊട്ട് കൊടുക്ക്, അപ്പോൾ ഡാഡി കണ്ണ് തുറക്കും. അങ്ങനെ ചിപ്പി ആ പ്രസാദം ഡാഡിയുടെ നെറ്റിൽ തൊട്ട് കൊടുക്കുകയാണ്. കണ്ണ് തുറക്ക് ഡാഡി, ഞാനല്ലേ വിളിക്കുന്നത് ഡാഡി, തുറക്ക് ഡാഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് പതുക്കെ കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ ചിപ്പി ഇത് കാണുന്നുണ്ട്. ചിപ്പി ആദിയോട്, ആദിയേട്ടാ ദേ ഡാഡി കണ്ണു തുറന്നു ആദിയേട്ടാ എന്ന് പറയുമ്പോൾ ആദിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഡാഡി ഡാഡി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷും അവിടെ സംസാരിക്കുകയാണ്. ഇവർ സന്തോഷം കൊണ്ട് മതി മറക്കാണ്. ഡാഡി എത്ര നേരം എന്നറിയാമോ ഞങ്ങൾ വിളിക്കുന്നു. ഡാഡിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രസാദം എടുത്തുകൊണ്ട് വന്ന് ഡാഡിയുടെ നെറ്റി തൊട്ടു, അതുകൊണ്ടാണ് ഡാഡി കണ്ണു തുറന്നത്. അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു, ഈ പ്രസാദം കൊണ്ടേ ഡാഡിയുടെ നെറ്റി തൊട്ട് കൊടുത്താൽ ദേ ഡാഡി കണ്ണു തുറക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുക. ഡാഡിക്ക് വേണ്ടി എന്തെല്ലാം എൻ്റെ മക്കൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിപ്പി പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവിടെ തടസ്സം വെക്കുകയാണ്. ചിപ്പി വേണ്ട ഡാഡി, അതെല്ലാം പിന്നെ പറയാം, ഡാഡി ആദ്യം ദേ അസുഖമെല്ലാം മാറി പെട്ടെന്ന് വരണം ഡാഡി എന്ന് പറയാം. അങ്ങനെ കുറച്ച് ഡോക്ടർ സംസാരിക്കുകയാണ്. ദേ ഡാഡിയെ കൊണ്ട് ഒരുപാട് നേരം സംസാരിപ്പിക്കണ്ട കേട്ടോ, ഡാഡിക്ക് അസുഖം കൂടും. ദേ നീ മൂത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് അനിയത്തി കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോയേ, എന്നാലേ ഇനിയും വരുമ്പോൾ കാണാനായിട്ട് സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ ഡാഡിക്ക് പ്രശ്നമാകും. അപ്പോൾ ഇതിടെ ചിപ്പി ഇപ്പോൾ ഡാഡി കണ്ണു തുറന്നല്ലോ, നമുക്ക് പുറത്തേക്ക് പോകാൻ ചിപ്പി. അങ്ങനെ ചിപ്പിയും ആദിയും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്.
മഹേഷിന് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഇങ്ങനെ കുതിച്ചു കയറി ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇവ രണ്ടുപേരും കൂടി ആ നേഴ്സ് പറയണം, അതെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണോട്ടെ, എങ്ങും പോകാൻ പാടില്ലേ. ഞാനേ നിങ്ങളുടെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം. നിങ്ങളുടെ അമ്മ നിങ്ങളെ കാണാതെ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം സിസ്റ്ററെ എന്ന് പറയാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചിപ്പിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഞാൻ ആദ്യേട്ടനോട് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഡാഡിയുടെ അസുഖങ്ങളെല്ലാം മാറുമെന്ന്. അതുകൊണ്ടല്ലേ ചിപ്പി മോളെ ഞാൻ നീ വിളിച്ചപ്പോൾ ഞാൻ കൂടെ വന്നത്. ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി ആദ്യേട്ടാ. ഇപ്പോൾ ഡാഡി നമ്മളോട് സംസാരിച്ചല്ലോ. ഇനി എത്രയും പെട്ടെന്ന് ഡാഡിയുടെ എല്ലാ അസുഖവും മാറിയിട്ട് നമ്മുടെ ഒപ്പം നല്ല ഉഷാറായിട്ട് വരും ആദ്യേട്ടാ എന്ന് പറയാണ്. അപ്പോൾ വരുന്നു നമ്മുടെ ഇഷിത നേരെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് വരിക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.